ഹരി ഓം. കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വിവാഹത്തിന് നമുക്ക് മംഗളം നേരാം. മംഗളം മംഗളം ലോകനാഥേ, മംഗളം മംഗളം മാരുതീശ, മംഗളം നൽകട്ടെ രണ്ടു പേർക്കും, മംഗളമേവർക്കും നേർന്നിടട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 79. രുക്മിണീഹരണം. വൃത്തം ദ്രുതവിളംബിതം. ശ്ലോകം 1. ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാകദ ഭീഷ്മകമാനിതഃ, ദ്വിജസുതം ത്വദുപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമസാ. ഒരിക്കൽ കൂടി. ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാകദ ഭീഷ്മകമാനിതഃ, ദ്വിജസുതം ത്വദുപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമസാ. ബലസമേത സൈന്യ സന്നാഹസമേതം. ബലാനുഗതോ ബലരാമനാൽ അനുഗതനായി. ഭവാൻ അങ്ങ് ശ്രീകൃഷ്ണൻ. പുരം അഗാഹത കുണ്ടിന നഗരത്തിൽ ആഗതനായ അങ്ങ്. ഭീഷ്മക മാനിത കുണ്ടിന രാജാവ് ഭീഷ്മകനാൽ ബഹുമാനിതനായി. ദ്വിജസുധം ആ ബ്രാഹ്മണപുത്രൻ. ത്വത് ഉപാഗമ വാദിനം അങ്ങയുടെ ആഗമത്തെ കുറിച്ച് പറഞ്ഞറിയിച്ച്. ധൃതരസ ധരിക്കപ്പെട്ട രസത്തോടെ സന്തോഷത്തോടെ. തരസ വേഗത്തിൽ പെട്ടെന്ന്. പ്രണനാമ സാ അവൾ രുക്മിണി ആ ബ്രാഹ്മണനെ പ്രണമിച്ചു. ശ്ലോകാർത്ഥം. സൈന്യസമേതനായി ബലഭദ്രനാൽ അനുഗമിതനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുണ്ടിനപുരത്തിലെത്തിയപ്പോൾ കുണ്ടിന നൃപൻ ഭീഷ്മകനാൽ ബഹുമാനിതനായി. ശ്രീകൃഷ്ണൻ ആഗതനായിട്ടുണ്ടെന്ന് അറിയിച്ച ബ്രാഹ്മണപുത്രനെ രുക്മിണി സന്തോഷത്തോടുകൂടി പെട്ടെന്ന് നമസ്കരിച്ചു. രുക്മിണിയുടെ സന്ദേശവും കൊണ്ടുവന്ന ബ്രാഹ്മണനോടുകൂടി ശ്രീകൃഷ്ണൻ ഒറ്റയ്ക്ക് രഥത്തിലേറി പോയതറിഞ്ഞ ബലരാമൻ അവിടെ വല്ല യുദ്ധവും ഉണ്ടായെങ്കിലോ എന്ന് ശങ്കിച്ച് സൈന്യസമേതം കൃഷ്ണനു പിന്നിലായി കുണ്ടിനപ്പുരത്തിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ഭഗവാന്റെ മാഹാത്മ്യമറിയാവുന്ന രുക്മിണിയുടെ പിതാവ് ഭീഷ്മകനാൽ ശ്രീകൃഷ്ണൻ യഥോചിതം സ്വീകരിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും ചെയ്തു. ശ്ലോകം 2. ഭുവനകാന്തമവേക്ഷ്യ ഭവത്വഭുഗു നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം, വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈരുദിതൈരഗമത്നിശാം. ഒരിക്കൽ കൂടി. ഭുവനകാന്തമവേക്ഷ്യ ഭവത്വഭുഗു നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം, വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈരുദിതൈരഗമത്നിശാം. ഭുവനകാന്തം ഭുവനത്തിനാകെ പ്രപഞ്ചത്തിനാകെ പ്രകാശം പരത്തുന്ന സുന്ദരമായ മനോഹരമായ. ദശകം 2 ശ്ലോകം 3 ശ്രദ്ധിക്കുക. കാന്തിനിദാനം കാന്തിക്ക് കാരണബോധൻ. അടുത്തത് ത്രൈലോക്യ മഹീയസം ത്രിലോകത്തിൽ ഏതിനേക്കാളും മഹനീയം. ഇതെല്ലാം ഭഗവാന്റെ കാന്തിയുടെ വർണ്ണനയാണ്. അവേക്ഷ്യ കണ്ടിട്ട് ദർശിച്ചിട്ട്. ഭവദ്വഭുർ അങ്ങയുടെ തിരുമേനി. നൃപസുതസ്യ രാജപുത്രൻ രുക്മിയുടെ. നിശമ്യ ച ചേഷ്ടിതം ചേഷ്ടകളെ പ്രവൃത്തികളെ കേൾക്കുകയും ചെയ്തിട്ട്. വിപുല ഖേദജുഷാം വർദ്ധിച്ച ദുഃഖത്തെ പ്രാപിച്ചവരായ. പുരവാസിനാം കുണ്ടിന നഗരവാസികളുടെ. സരുദിതൈർ
കരച്ചലോടുകൂടി വിലാപങ്ങളോടുകൂടി ഉദിതൈർ ഉക്തങ്ങളാൽ വാക്കുകളാൽ അഗമത് നിശ രാത്രി പോയി മറഞ്ഞു, രാത്രി അവസാനിച്ചു. ശ്ലോകാർത്ഥം: പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ അങ്ങയുടെ തിരുവുടൽ കാണുകയും രാജകുമാരനായ രുക്മിയുടെ പ്രവൃത്തികളെ കേൾക്കുകയും ചെയ്തപ്പോൾ വലിയ സങ്കടത്തെ പ്രാപിച്ച ആ നഗരവാസികളുടെ കരച്ചിലും പറച്ചിലുമായി ആ രാത്രി കഴിഞ്ഞുപോയി. ശ്ലോകം 3. തദനു വന്ദിതുമിന്ദുമുഖീ ശിവാം വിഹിതമംഗലഭൂഷണഭാസുരാ നിരഗമദ്ഭവദർപ്പിതജീവിതാ സ്വപുരദ പുരദ സുപടാവൃതാ. ഒരിക്കൽ കൂടി. തദനു വന്ദിതുമിന്ദുമുഖീ ശിവാം വിഹിതമംഗലഭൂഷണഭാസുരാ നിരഗമദ്ഭവദർപ്പിതജീവിതാ സ്വപുരദ പുരദ സുപടാവൃതാ. തദനു അനന്തരം വന്ദിതും വന്ദിക്കുന്നതിനായി ഇന്ദുമുഖി ചന്ദ്രമുഖിയായ സുന്ദരിയായ രുക്മിണി ശിവാം ശിവയെ ശ്രീ പാർവതിയെ വിഹിതമായ ചേർന്നതായ അനുയോജ്യമായ മംഗല ഭൂഷണഭാസുര വിവാഹാവസരത്തിന് അനുയോജ്യമായ ഭൂഷണങ്ങളാൽ അലങ്കൃതമായി നിരഗമത് പുറപ്പെട്ടു ഭവത് അർപ്പിത ജീവിത അങ്ങയിൽ മാത്രം ജീവിതം അർപ്പിച്ചവളായ സ്വപുരത തന്റെ അന്തപുരത്തിൽ നിന്ന് പുരത സുബട ആവൃത മുന്നിൽ ശൂരന്മാരായ ഭടന്മാരാൽ ആവൃതയായി ചുറ്റപ്പെട്ടിട്ട്. ശ്ലോകാർത്ഥം: തന്റെ ജീവിതം ഭഗവാനായ അവിടത്തേക്ക് മാത്രം സമർപ്പിച്ച ചന്ദ്രമുഖിയായ രുക്മിണി വിവാഹാലങ്കാരങ്ങൾ അണിഞ്ഞ് ഏറ്റവും ശോഭയോടെ മുമ്പിൽ ശൂരന്മാരായ പടയാളികളാൽ ആവൃതയായി ശ്രീ പാർവതീദേവിയെ വന്ദിക്കുവാൻ തന്റെ അന്തപുരത്തിൽ നിന്ന് പുറപ്പെട്ടു. ശ്ലോകം 4. കുലവധൂഭിരുപേത്യ കുമാരികാ ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുരയാചത തത്പദപങ്കജേ നിപതിതാ പതിതാം തവ കേവലം. ഒരിക്കൽ കൂടി. കുലവധൂഭിരുപേത്യ കുമാരികാ ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുരയാചത തത്പദപങ്കജേ നിപതിതാ പതിതാം തവ കേവലം. കുലവധൂഭിർ കുലവധുക്കളോടുകൂടി ഉഭേത്യ കൂടിച്ചേർന്ന് കുമാരിക കന്യകയായ രുക്മിണി ഗിരിസുധാം പർവതപുത്രിയെ ശ്രീ പാർവതിയെ പരിപൂജ്യ ച സാദരം ആദരവോടെ നന്നായി പൂജിച്ചിട്ട് മുഹുർ വീണ്ടും വീണ്ടും അയാചത യാചിച്ചു പ്രാർത്ഥിച്ചു തൽപദ പങ്കജേ ആ ദേവിയുടെ പാദപത്മങ്ങളിൽ നിപതിത പതിച്ചിട്ട് വീണിട്ട് പതിതാം തവ കേവലം അങ്ങ് തന്റെ പതിയായി ഭവിക്കണമേ എന്ന് മാത്രം. ശ്ലോകാർത്ഥം: രാജകുമാരിയായ രുക്മിണി മംഗളസ്ത്രീകളോടുകൂടി ചെന്ന് ഭക്തിയോടുകൂടി ശ്രീ പാർവതിയെ വന്ദിച്ച് ആ പാദപത്മങ്ങളിൽ നമിച്ച് അങ്ങ് ഭർത്താവായി വരണമെന്ന് മാത്രം വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ശ്ലോകം 5. സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുതാ നിരഗാദ് ഗിരിജാലയാദ് സുരുചിരം രുചിരഞ്ജിത ദിങ്മുഖാ. ഒരിക്കൽ കൂടി. സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുതാ നിരഗാദ് ഗിരിജാലയാദ് സുരുചിരം രുചിരഞ്ജിത ദിങ്മുഖാ.
സമവലോക കുതൂഹല, രുക്മിണിയെ കാണുന്നതിലുള്ള കൗതുകത്താൽ. സംഘുലേ, തിങ്ങിക്കൂടിയ. നൃപകുലേ, രാജാക്കന്മാരുടെ കൂട്ടം. ശിശുപാലനുമായുള്ള രുക്മിണിയുടെ വിവാഹത്തിൽ പങ്കുകൊള്ളാനെത്തിയ രാജാക്ക സമൂഹം. നിർഭൃതം ത്വയി ച സ്ഥിതേ, സ്വസ്ഥനായി അങ്ങ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കെ. നൃപസുധ, രാജപുത്രി രുക്മിണി. നിരഘാത്, ആഗതയായി. ഗിരിജ ആലയാത്, പാർവതീദേവിയുടെ ക്ഷേത്രത്തിൽ നിന്ന്. സുരുചിരം, അതീവ കാന്തിയോടെ. രുചിരഞ്ജിത ദിക്മുഖ, ദിക്കുകളെയെല്ലാം എല്ലായിടത്തും സൗന്ദര്യ കാന്തി പ്രശോഭിപ്പിച്ചുകൊണ്ട്. ശ്ലോകാർത്ഥം. രാജാക്കന്മാർ രുക്മിണിയെ കാണാനുള്ള കൗതുകത്താൽ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയും ശ്രീകൃഷ്ണൻ സ്വസ്ഥനായി നിൽക്കുകയും ആയിരിക്കെ ആ രാജകുമാരി രുക്മിണി ആ പ്രദേശം ആകെ തന്റെ സൗന്ദര്യത്താൽ പ്രശോഭിപ്പിച്ചുകൊണ്ട് ഗിരിജാക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വന്നു. ശ്ലോകം 6. ഭുവനമോഹനരൂപരുജാതയാ വിവശിതാഖില രാജകദംബയാ ത്വമപി ദേവകടാക്ഷ വിമോക്ഷണൈഃ പ്രമദയാമദയാഞ്ച കൃഷേമനാക്. ഒരിക്കൽ കൂടി. ഭുവനമോഹനരൂപരുജാതയാ വിവശിതാഖില രാജകദംബയാ ത്വമപി ദേവകടാക്ഷ വിമോക്ഷണൈഃ പ്രമദയാമദയാഞ്ച കൃഷേമനാക്. ഭുവനമോഹന രൂപരുച, ലോകത്തെയാകെ മോഹിപ്പിക്കുന്ന രൂപ ശോഭയുള്ള. തയാ, അവളാൽ. വിവശിത, പരവശരായ. അഖില രാജകദംബയ, എല്ലാ രാജാക്കന്മാരെയും കാമമോഹത്താൽ. ത്വം അഭി, അങ്ങയെയും. ദേവാ, ഹേ ദേവാ ഭഗവാനെ. കടാക്ഷ വിമോക്ഷണൈഹി, കടക്കണ്ണോട്ടങ്ങളാൽ. പ്രമദയ, ആ യുവതിയാൽ, രുക്മിണിയാൽ. മദയാഞ്ചകൃഷേ, മയക്കപ്പെട്ടവരായി ഭവിച്ചു. മനാഖ്, അല്പമായി. ശ്ലോകാർത്ഥം. അപ്പോൾ ത്രിലോകങ്ങളെയാകെ ത്രസിപ്പിക്കുന്ന മോഹനമായ ശരീരശോഭയുള്ളവളും രാജസമൂഹത്തെയാകെ കാമപരവശയാക്കിയവളും ആയ യുവതി രുക്മിണിയുടെ കടക്കൺ വിക്ഷേപങ്ങളെ കൊണ്ട് ഹേ ഭഗവാനെ അങ്ങും തെല്ലൊന്ന് മയക്കപ്പെട്ടവനായി. ശീഘ്രവായൂരപ്പ ശരണം. 7, 8, 9 ശ്ലോകങ്ങൾ വേഗത്തിൽ ചൊല്ലുന്നു. 10, 11, 12 ശ്ലോകങ്ങൾ നീട്ടി സാവധാനം ചൊല്ലുന്നു. ശ്ലോകം 7. കുനുഗമേഷ്യസി ചന്ദ്രമുഖീദിതാം സരസമേത്യ കരേണ കരഞ്ക്ഷണാത് സമതിരോപ്യ രഥന്ത്വമപാകൃതാ പുവിദതോ വിദതോ നിനദോദ്വിഷാം. ഒരിക്കൽ കൂടി. കുനുഗമേഷ്യസി ചന്ദ്രമുഖീദിതാം സരസമേത്യ കരേണ കരഞ്ക്ഷണാത് സമതിരോപ്യ രഥം ത്വമപാകൃതാ പുവിദതോ വിദതോ നിനദോദ്വിഷാം. കുനുഗമിഷ്യസി, എങ്ങോട്ട് പോകുന്നു? ചന്ദ്രമുഖി ഇതി താം, ഹേ സുന്ദരി എന്ന് പറഞ്ഞ് അവളെ. സരസം ഏത്യ, രസത്തോടെ പ്രണയത്തോടെ അടുത്തു ചെന്ന്. കരേണ ഹരൻഷണാത്, കരങ്ങളെ പെട്ടെന്ന് തന്നെ പിടിച്ചിട്ട്. സമതിരോപ്യ രഥം, രഥത്തിൽ കയറ്റിയിട്ട്. ത്വം അപാഹൃത, അങ്ങ് ശ്രീകൃഷ്ണൻ ആ രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുപോയി. ഭൂവിതഥോ, ഭൂമിയിൽ അപ്പോൾ. വിദധോ, വ്യാപിച്ചു. നിനധോ ദിശാം, ശത്രുനിനാഥം. ശ്ലോകാർത്ഥം. ഹേ ചന്ദ്രമുഖി, നീ എവിടെ പോകുന്നു എന്ന് സരസമായി പറഞ്ഞടുത്തു ചെന്ന് വേഗത്തിൽ രുക്മിണിയെ കൈകളിൽ പിടിച്ച് അങ്ങ് ഭഗവാൻ ശ്രീകൃഷ്ണൻ രഥത്തിൽ കയറ്റി അപഹരിച്ചു. അപ്പോൾ
ശത്രുക്കളുടെ ശബ്ദം ഭൂമിയിൽ പരന്നു. ശ്ലോകം 8. കുനുഗത പശുപാല ഇതി കൃതാ കൃതരണായ ദുഭിശ്ചജിതാ നൃപ നതു ഭവാനുദചാല്യതൈരകോ പിശുനഗൈശുനഗൈരിവ കേസരി. ഒരിക്കൽ കൂടി. കുനുഗത പശുപാല ഇതി കൃതാ കൃതരണായ ദുഭിശ്ചജിതാ നൃപ നതു ഭവാനുദചാല്യതൈരകോ പിശുനഗൈശുനഗൈരിവ കേസരി. ഖുനുഗത പശുപാല, ഈ ഇടയൻ എവിടെ പോയി? ഇതി കൃത കൃതരണ, ഇപ്രകാരം പറഞ്ഞ് യുദ്ധം ചെയ്തവരായ യദുഭി ച ജിതാ നൃഭ, ആ നൃഭന്മാരെ രാജാക്കന്മാരെ യദുക്കളാൽ ജയിക്കപ്പെട്ടവരായി. നതു ഭവാൻ ഉദചാല്യത, എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒട്ടും ചലിക്കപ്പെട്ടില്ല, ഇളക്കപ്പെട്ടില്ല. ധൈർ അഹോ, ആശ്ചര്യം അവരാൽ. പിശുനഖൈ, ദുഷ്ടരായ. ശുനഖൈ ഇവ കേസരി, സിംഹം നായ്ക്കളാൽ എന്ന പോലെ. ശ്ലോകാർത്ഥം. ആ ഇടയ ചെറുക്കൻ എവിടെ പോയി എന്നിങ്ങനെ കോപിച്ചു പറഞ്ഞ് യുദ്ധം ചെയ്ത ആ രാജാക്കന്മാരെ ബലഭദ്രനും മറ്റു യാദവരും ചേർന്ന് പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങയെ ശ്രീകൃഷ്ണനെയാകട്ടെ ആ ദുഷ്ടരായ രാജാക്കന്മാർക്ക് നായ്ക്കൾക്ക് സിംഹത്തെ എന്ന പോലെ അനക്കുവാൻ പോലും കഴിഞ്ഞില്ല. അത്ഭുതം തന്നെ. ശ്ലോകം 9. തദനു രുക്മിണമാഗതമാകവേ വധമുപേക്ഷ നിബധ്യ വിരൂപയൻ ഹൃദമദം പരിമുച്ച ബലോക്തിഭി പുരമയാരമയാ സഖകാന്തയാ. ഒരിക്കൽ കൂടി. തദനു രുക്മിണമാഗതമാകവേ വധമുപേക്ഷ നിബധ്യ വിരൂപയൻ ഹൃദമദം പരിമുച്ച ബലോക്തിഭി പുരമയാരമയാ സഖകാന്തയാ. തധനു, അതിനെ തുടർന്ന് രുക്മിണം, രുക്മിണിയുടെ സഹോദരി രുക്മിയെ ആഗതം, വന്നു ചേർന്ന, ആഹവേ, യുദ്ധത്തിനായി, വധം ഉപേക്ഷ്യ, വധിക്കാതെ, നിബധ്യ വിരൂപയൻ, ബന്ധിച്ച് വിരൂപനാക്കി, ഹൃദമതം, മതത്തെ ഹൃദമാക്കി, അഹങ്കാരത്തെ അപഹരിച്ച്, പരിമുച്യ, മോചിപ്പിച്ചു, ബലോക്തിഭി, ബലരാമന്റെ വാക്കുകളാൽ, പുരം അയാ, പുരത്തെ ദ്വാരകയെ പ്രാപിച്ചു, രമയ സഹ കാന്തയാ, ലക്ഷ്മീദേവിയായ തന്റെ വല്ലഭയോടൊത്ത് രമിച്ചു. ശ്ലോകാർത്ഥം. പിന്നെ യുദ്ധത്തിനായി വന്ന രുക്മിയെ വധിക്കാതെ പിടിച്ചുകെട്ടി വിരൂപനാക്കിയിട്ട് അഹങ്കാരം നശിപ്പിച്ച് ബലരാമൻ പറയുകയാൽ വിട്ടയച്ചു. പിന്നെ ലക്ഷ്മീദേവിയാകുന്ന വല്ലഭയോടുകൂടി അങ്ങ് ദ്വാരകാപുരിയെ പ്രാപിച്ചു. ജരാസന്ധനും മറ്റും യാദവരോട് യുദ്ധം ചെയ്ത് തോറ്റു. അപ്പോൾ രുക്മി ഇനി സഹോദരിയോടുകൂടി മാത്രമേ കുണ്ടിനത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് ശപഥം ചെയ്ത് കൃഷ്ണനുമായി യുദ്ധം ചെയ്തു. അവസാനം രുക്മി വധിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ രുക്മിണി ദുഃഖിതയായി. അപ്പോൾ രുക്മിയുടെ കേശവും മീശയും അവിടവിടെ മുറിച്ച് അവനെ വിരൂപനാക്കിയിട്ട് മരിച്ചവന് തുല്യനാക്കി ശ്രീകൃഷ്ണൻ പറഞ്ഞുവിട്ടു. അഹങ്കാരം തെല്ലൊന്ന് നശിച്ച രുക്മി പിന്നെ സ്വശപഥത്താൽ നിബന്ധിതനായി കുണ്ടിന നഗരത്തിന് പുറത്ത് വസിച്ചതേയുള്ളൂ. ശ്ലോകം 10. നവസമാഗമലജ്ജിതമാനസാം പ്രണയ കൗതുകദ്രംഭിതമന്മധാം അരമയ ഖലു നാഥ യഥാ സുഖം രഹസിതാം ഹസിതാം ശൂലസന്മുഖീം. ഒരിക്കൽ കൂടി. നവസമാഗമലജ്ജിതമാനസാം പ്രണയ കൗതുകദ്രംഭിതമന്മധാം അരമയ ഖലു നാഥ യഥാ സുഖം
രകസിതാം ഹസിതാം ശൂലസന്മുഖേ. നവസമാഗമ പുതിയതായുള്ള ഭർതൃസമാഗമത്താൽ ലജ്ജിത മാനസാം മനസ്സിൽ നാണം പൂണ്ടും പ്രണയ കൗതുക പ്രണയത്താലും കൗതുകത്താലും ജംബിത മന്മഥാം വർദ്ധിച്ച കാമവികാരത്തോടും അരമയ ഗലു രമിപ്പിച്ചുവല്ലോ. നാഥ, ഹേ ജഗത്നാഥ ഭഗവാനെ കൃഷ്ണ, യഥാ സുഖം സുഖമാകും വണ്ണം രഹസിതാം അവളെ ഏകാന്തത്തിൽ ഹസിത അംശു മന്ദഹാസ കിരണങ്ങളാൽ ലസന്മുഖീം പ്രകാശിക്കുന്ന മുഖമുള്ള അവളെ, ആ രുക്മിണിയെ. ശ്ലോകാർത്ഥം: ആദ്യ സമാഗമത്തിലുള്ള ലജ്ജയോടുകൂടിയവളും അനുരാഗവും കൗതുകവും കൊണ്ട് വർദ്ധിതമായ കാമവികാരങ്ങളോടുകൂടിയവളും മന്ദഹാസത്തിന്റെ പ്രഭയാൽ ദീപ്തമായ മുഖത്തോടു കൂടിയവളുമായ രുക്മിണിയെ, അല്ലയോ ജഗത്നാഥ കൃഷ്ണ, അങ്ങ് ഏകാന്തത്തിൽ സുഖകരമായി രമിപ്പിച്ചുവല്ലോ. ശ്ലോകം 11. വിവിധ നർമ്മഭിരേവ മകർനിശം പ്രമദമാകലയൻ പുനരേകദാ ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരദനോരദനോദതിലോലതാം. ഒരിക്കൽ കൂടി. വിവിധ നർമ്മഭിരേവ മകർനിശം പ്രമദമാകലയൻ പുനരേകദാ ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരദനോരദനോദതിലോലതാം. വിവിധ നർമ്മഭിർ നാനാതരത്തിലുള്ള നർമ്മങ്ങളാൽ, ഏവം ഇപ്രകാരം, അഹർനിശം അഹവും നിശയും ദിനരാത്രങ്ങൾ, പ്രമഥം ആഹ്ലാദത്തെ സന്തോഷത്തെ, ആകലയൻ ജനിപ്പിച്ചുകൊണ്ട്, പുനർ ഏകദ പിന്നെ ഒരിക്കൽ, ഋജുമധേ നേർബുദ്ധിയായ, കില വക്രഗിര ഭവാൻ അങ്ങ് വളഞ്ഞ വാക്കുകളാൽ കപടവാദങ്ങളാൽ, വരതനോ ആ സുന്ദരിക്ക്, അതനോത് ഉണ്ടാക്കി തീർത്തു, അതിലോലതാം വലിയ ചാഞ്ചല്യം. ശ്ലോകാർത്ഥം: ഇങ്ങനെ നാനാതരത്തിലുള്ള നർമ്മങ്ങളാൽ ദിനരാത്രങ്ങളിൽ രുക്മിണിക്ക് ആഹ്ലാദത്തെ ജനിപ്പിച്ചുകൊണ്ടിരുന്ന അങ്ങ് നേർബുദ്ധിയായ ആ സുന്ദരിയെ കപടവാദങ്ങളാൽ അതിയായ ദുഃഖ ചഞ്ചലയാക്കി തീർത്തു. ലോകപൂജ്യനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു നാൾ രുക്മിണിയുടെ ശയ്യയിലിരിക്കുന്ന അവസരത്തിൽ ഭഗവത് ശുശ്രൂഷയ്ക്കായി രുക്മിണി ഭഗവത് സമീപത്തെത്തി ചാമരമെടുത്ത് വീശാൻ തുടങ്ങി. രത്നമയമായ അനേകം ഭദ്രദീപങ്ങളാലും സൗരഭ്യമേലുന്ന പുഷ്പഹാരങ്ങളാലും മനോജ്ഞമായ ആ മണിയറയുടെ ജനൽപ്പാളികളിലൂടെ കുളിർനിലാവ് പ്രവേശിച്ച് ശീതളമാക്കിയിരുന്നു. ലക്ഷ്മീദേവിയുടെ പുനരവതാരം ചെയ്ത രുക്മിണിയുടെ അതിരൂപലാവണ്യം കണ്ട് ഭഗവാൻ തൂമന്ത നിഗൂഢഹാസത്തോടെ കൃഷ്ണനെ പതിയായി വരിച്ചതിൽ രുക്മിണിക്ക് കൈവന്ന ദൗർഭാഗ്യത്തെ വർണ്ണിക്കാൻ തുടങ്ങി. എത്ര സുന്ദരന്മാരായ ഐശ്വര്യന്മാരായ രാജാക്കന്മാർ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ഹേ സുന്ദരി, യദുകുലത്തിൽ ജനിച്ച് രാജ്യഭാരാധികാരമില്ലാത്ത ഞാൻ എത്ര നിസ്സാരൻ. ഞങ്ങൾ എത്ര ദരിദ്രരാണ്. സമന്മാർ തമ്മിലുള്ള വിവാഹമൈത്രിക്ക് മാത്രമേ ശോഭയുള്ളൂ. നിന്റെ സഹോദരൻ രുക്മിയും നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ശിശുപാലനും എന്നെ ദേക്ഷിക്കുന്നവരാണ്. അവരെ ശിക്ഷിക്കാൻ മാത്രമാണ് നിന്നെ ഞാൻ അപഹരിച്ചത്. ഞാൻ ഏറെ ഉദാസീനനുമാണ്. ത്രിലോകനാഥനായ ഭഗവാൻ ഇപ്രകാരം അപ്രിയ വാക്കുകൾ പറയുന്നത് കേട്ട് രുക്മിണി വേപതു പൂണ്ടു. അവൾ ദുഃഖാർത്ഥയായി. അവൾക്ക് ഒരക്ഷരം പോലും ഉരുവിടാൻ കഴിഞ്ഞില്ല. അവൾ മോഹാലസ്യപ്പെട്ടു വീണു. ഇത് ദർശിച്ച ശ്രീകൃഷ്ണൻ പരമകാരുണികനായി, ഹാസരസചാതുര്യമൊട്ടും അറിയാത്ത ഇവളെ ഞാൻ പരിതപിപ്പിച്ചുവല്ലോ എന്ന് വിചാരിച്ച് അവളെ ശയ്യയിൽ നിന്ന് കോരിയെടുത്ത് മടിയിൽ വെച്ച് പ്രേമപൂർവ്വം മുഖകമലത്തെ തലോടി.
അവളുടെ കൈപിടിച്ച് ആശ്വസിപ്പിച്ചു. ഭഗവാൻ മൊഴിഞ്ഞു, ഹേ രാജപുത്രി സുന്ദരി, നിന്നെ ഞാൻ പ്രേമാധിക്യം മൂലം നിന്റെ ഈ മുഖകമലം കോപിഷ്ഠയായി കാണാൻ ആഗ്രഹിച്ച് നേരം പോക്ക് പറഞ്ഞതാണ്. ബഹുവിധമായ സങ്കടങ്ങൾക്കിടയിൽ ഗ്രഹവാസികൾക്ക് പരമപ്രേമസ്ഥാനത്തിരിക്കുന്ന പ്രിയനോട് ചേർന്ന് അല്പം നേരം പോക്ക് പറഞ്ഞ് ആനന്ദിക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. ഗൃഹസ്ഥാശ്രമത്തിൽ മറ്റെന്ത് വിനോദമാണുള്ളത്? ഇതൊക്കെ കേട്ട് രുക്മിണി വീണ്ടും സന്തോഷവതിയും ഉത്സുകയുമായി തീർന്നു. ഓർക്കുക, നമ്മുടെ ഗ്രഹങ്ങളിലും പതിപ്രേയസിമാർ പരസ്പരം ഊഷ്മള സ്നേഹത്തോടും ബഹുമാനത്തോടും വർത്തിക്കണം. ചെറിയ ചെറിയ പിണക്കങ്ങൾ വലിയ ഇണക്കത്തിന്റെ ഊഷ്മളതയിലേക്ക് വഹിക്കുന്നതായിരിക്കണം. ഈ കഥ ഉമാമഹേശ്വരന്മാർക്ക് അത്യന്തം പ്രീതികരമത്രേ. നമുക്കും ഈ സ്നേഹവായ്പിനെ സ്വജീവിതത്തിൽ പകർത്താം. ശ്ലോകം 12. തദധികൈരധലാളനകൗശലൈഃ പ്രണയിനീമധികം സുഖയന്നിമാം അയി മുകുന്ദ ഭവച്ചരിതാനി നാ പ്രഗദതാം ഗദദാന്തിമപാകുരു. ഒരിക്കൽ കൂടി. തദധികൈരധലാളനകൗശലൈഃ പ്രണയിനീമധികം സുഖയന്നിമാം അയി മുകുന്ദ ഭവച്ചരിതാനി നാ പ്രഗദതാം ഗദദാന്തിമപാകുരു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. തത് അധികൈർ, അതിലും അധികമായി. അത, പിന്നെ, ലാളന കൗശലൈ, ലാളനയുടെ മാഹാത്മ്യത്താൽ സാമർത്ഥ്യത്താൽ, പ്രണയിനിയും, ആ പ്രണയിനിയെ, രുക്മിണിയെ, അധികം സുഖയൻ ഇമാം, ഇവളെ അധികം സുഖിപ്പിക്കാനായി, ഐ മുകുന്ദ, അല്ലയോ മുകുന്ദ, ഭവ ചരിതാനി, അങ്ങയുടെ ചരിതങ്ങളെ, ന, എന്റെ, പ്രഗദതാം, പറയുന്ന, വർണ്ണിക്കുന്ന, ഗദധാന്തിം, രോഗം കൊണ്ടുള്ള തളർച്ചയെ, അഭാകുരു, നശിപ്പിക്കണമേ. ശ്ലോകാർത്ഥം. പിന്നെ അധികമായ ലാളനാ കൗശലത്താൽ മുമ്പിലത്തേക്കാളധികം പ്രണയനിയായ ഇവളെ, രുക്മിണിയെ സുഖിപ്പിച്ച അല്ലയോ മുകുന്ദ, അങ്ങയുടെ ചരിതങ്ങളെ പ്രകീർത്തിക്കുന്ന എന്റെ രോഗപീഡയെ നശിപ്പിക്കണമേ. ഭാഗവതം ദശമസ്കന്ധം അധ്യായം 60. കർഹിരിത് സുഖമാസീനം എന്നു തുടങ്ങുന്ന അധ്യായം വായിക്കുക. ശ്രീകൃഷ്ണ രുക്മിണി പ്രണയകലഹം കൊട്ടിയൂരപ്പന് അതിപ്രിയമാണത്രേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.